ഹലോ, നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചോദ്യം എന്റേതല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടേതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണല്ലോ ഇപ്പൊ അവർക്ക് അവധിയുള്ളത്. ആ സമയങ്ങളിൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി കളിക്കാൻ പാടില്ല. ഇനി ജൂൺ ജൂലൈ മാസത്തെ അവസ്ഥയാണെങ്കിൽ മൺസൂൺ ആണ്. കുട്ടികൾക്ക് പകുതി മുക്കാൽ ദിവസങ്ങളിലും അവധി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും പനി, ജലദോഷം തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി കൊടുക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ചെയ്യുന്നത്. ഇനി എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ പല രക്ഷിതാക്കൾക്കും മഴയായതിനാൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ ഭയങ്കര ടെൻഷനാണ്. കൂടാതെ പനി, ജലദോഷം അത് നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകും, അതുപോലെ മറ്റു കുട്ടികളും നമ്മളിലും പകരുകയും ചെയ്യും. അത് വലിയ ടെൻഷനുള്ള കാര്യം തന്നെയാണ്. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളമില്ല, പല സ്കൂളുകളിലും ചോറും കറിയൊന്നും വെക്കാനുള്ള അവസ്ഥയില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ അത് ഒരു എക്സാം കാലമല്ലേ, പരീക്ഷക്കാലമാണ്. അപ്പോൾ പകുതി ദിവസങ്ങളിൽ സ്കൂൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും. അതിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നില്ല. സോ അദ്ദേഹത്തോട് ഞാൻ യോജിക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി കൊടുക്കുന്നതിനോട് 100% തംസ് അപ്പ്.